നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അശ്വതി, മകം, മൂലം ഈ 3 നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഗുണദോഷങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയുന്നത്. പൊതുവിൽ ഗുണപ്രദമായ ഒരു സമയമാണ് ഈ 3 നക്ഷത്രങ്ങൾക്കുള്ളത്. അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങളുടെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് കേതുവാണ്. കേതുവിനെ ഗണപതി പ്രീതിയിൽ കൂടിയിട്ടാണ് കേതുവിനെ പ്രീതിപ്പെടുത്തുന്നത്. കേതു ഒരു പാപഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും പൊതുവിൽ ധാരാളം നല്ല ഫലങ്ങൾ കേതു നമുക്ക് നൽകാറുണ്ട്. ഓരോ നക്ഷത്രത്തിനും അവരുടെ രാശി അധിപൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാശി അധിപൻ്റെയും നക്ഷത്രാധിപൻ്റെയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്ര ഫലങ്ങളെപ്പറ്റി പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കാവുന്നതാണ്. തികച്ചും സൗജന്യമായിട്ട് ജാതകങ്ങൾ പരിശോധിച്ച് അതിന് മറുപടി നൽകുന്നതാണ്. വളരെ വേഗത്തിൽ തന്നെ ഞാനത് ചെയ്തു വരുന്നുണ്ട്. നിരവധി തവണ ഒരേ കാര്യം ചോദിക്കുന്നവരോ കവടി പ്രശ്നം നോക്കി കാര്യങ്ങൾ ചിന്തിക്കേണ്ടവരോ, കാരണം ജാതകത്തിൽ കൂടി ഫലങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് സംഭവിക്കാവുന്ന ശത്രുദോഷം, കർമ്മദോഷം, ഗൃഹദോഷം മുതലായ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് കവടി പ്രശ്നത്തിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരം കവടി പ്രശ്നങ്ങൾ നോക്കേണ്ട ആൾക്കാർ ഒരു ദക്ഷിണ നൽകേണ്ടതാണ്. അശ്വതി നക്ഷത്രം നക്ഷത്രാധിപൻ കേതുവാണെന്ന് പറഞ്ഞു. ആ നക്ഷത്രം നിൽക്കുന്നത് മേടം രാശിയിലാണ്. ആ മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ശനിവൽ രാഹു, കുജവൽ കേതു എന്നൊരു പ്രമാണമുണ്ട്. കാരണം കേതുവിന് സ്വന്തമായിട്ട് രാശി ഇല്ലാത്തത് കൊണ്ട് കേതു നൽകുന്ന ഫലങ്ങൾ ഈ ചൊവ്വയുടെ ഫലങ്ങളാണ് എന്നാണ് പ്രമാണം. അതനുസരിച്ചാണെങ്കിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപൻ്റെയും രാശി അധിപൻ്റെയും ഫലങ്ങൾ നൽകുന്നത് കേതു തന്നെയാണ്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ 2ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വയോടൊപ്പം ഏറ്റവും ശുഭനായ വ്യാഴം നിൽക്കുന്നു. 4ാം ഭാവത്തിൽ ആദിത്യനും ബുധനും ശുക്രനും നിൽക്കുന്നു. 11ാം ഭാവത്തിൽ രാഹുവും 10ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്ന ജാതകമാണ് ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥ. ഇത് വളരെ ഗുണപ്രദമായ ഒരവസ്ഥ തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അവരുടെ വിദേശ യാത്ര കാര്യങ്ങളൊക്കെ സഫലമാകുവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട്. സർവകാര്യ വിജയത്തിനാണ് ഇവർക്കിപ്പോൾ സാധ്യതയുള്ളത്. ലോട്ടറി യോഗം പോലും ഇവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പങ്കാളിത്ത ബിസിനസ്സുകൾ ഇവർക്ക് ഈ സമയത്ത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ചിലവുകൾ വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ ഇവർക്ക് ഈ സമയത്ത് ഉണ്ട്. തൊഴിലിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഈ സമയം ഇവർക്ക് സംഭവിക്കും. ഉന്നത വിദ്യാഭ്യാസ യോഗം ഇവർക്കുണ്ട്. ദാമ്പത്യ ബന്ധങ്ങൾ നല്ലവണ്ണം മെച്ചപ്പെടും. സർപ്പക്ഷേത്രത്തിൽ സർപ്പപ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നതും അതേപോലെ നമ്മുടെ സമീപത്തുള്ള ക്ഷേത്രത്തിലെ സർപ്പനടകളിൽ നമ്മുടെ നക്ഷത്ര ദിവസം വിളക്ക് കൊളുത്തുന്നതൊക്കെ ഇവർക്ക് വളരെയധികം അനുകൂലമായ ഗുണങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. ഗണപതിയെ ഭജിക്കുക ഇവർക്ക് എല്ലാ തടസ്സങ്ങളും മാറുവാൻ ഗുണകരമാണ്. ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക, കറുകമാല ചാർത്തുക, മുക്കൂറ്റിമാല സമർപ്പിക്കുക, ഗണപതിയെ ഭജിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഗുണങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മകം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ കേതു തന്നെയാണ്. മകൻ നക്ഷത്രം നിൽക്കുന്ന രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയുടെ അധിപൻ ആദിത്യനാണ്. ഇവർക്ക് 11ാം ഭാവത്തിലാണ് ആദിത്യൻ നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും, അഷ്ടമത്തിൽ രാഹുവും, 7ാം ഭാവത്തിൽ ശനിയും, 12ൽ ബുധശുക്രന്മാരും നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും 12ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും ശുക്രനും അല്പം ദോഷം ചെയ്യുന്നുണ്ട്. എന്നാൽ 11ൽ നിൽക്കുന്ന ആദിത്യൻ, ഗ്രഹങ്ങളിലെ രാജാവായി കണക്കുന്ന ആദിത്യൻ ഇവർക്ക് സർവ്വ ഗുണങ്ങളും നൽകുന്നുണ്ട്. 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കർമ്മ തടസ്സങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ പോലും അവിടെ വ്യാഴത്തിൻ്റെ ഒരു യോഗമുള്ളതുകൊണ്ട് ആ തടസ്സങ്ങൾക്ക് ഭംഗം വരുന്നുണ്ട്. അതായത് വലിയ ദോഷങ്ങൾ ഉണ്ടാകാതെ കർമ്മരംഗത്ത് വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അത് മാരകസ്ഥാനം കൂടി ആയതുകൊണ്ട് ഇവർക്ക് അസുഖങ്ങളൊക്കെ വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 12ാം ഭാവത്തിൽ ബുധശുക്രന്മാർ നിൽക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം, വിദ്യാ തടസ്സങ്ങൾക്ക് കാരണമാകാം. ഗ്രഹസ്ഥിതി അനുസരിച്ച്
കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഇവർക്ക് ലഭിക്കും. വരവിനേക്കാൾ ചിലവ് വളരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം സ്വത്തുക്കളൊക്കെ കൈവിട്ടു പോകാനുള്ളൊരു സാധ്യത ഇവർക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് മകം നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത്. എങ്കിലും ആദിത്യ പ്രീതിയിൽ കൂടിയിട്ട് ഇവർക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടാകുവാൻ സഹായിക്കും. ഇവരുടെ രാശി അധിപൻ കൂടിയ ആദിത്യൻ 11ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ്. ശിവപാർവതി ക്ഷേത്രത്തിലെ വഴിപാടുകൾ കഴിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് അങ്ങേയറ്റം ഗുണങ്ങളുണ്ടാക്കും. ചില തടസ്സങ്ങളുള്ളത് ഈ ഒരു സമയം രാശി മാറ്റത്തോടു കൂടിയിട്ട് ഇവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ കേതുവും രാശി അധിപൻ വ്യാഴവുമാണ്. പൊതുവിൽ വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇവർക്കുമുള്ളത്. കാരണം വ്യാഴം ഇവർക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കുറച്ച് ദോഷകരമാണെങ്കിൽ കൂടിയാണ് അത് ആ ദുരിതങ്ങൾക്ക് ഒരു പരിധം വരെ ശമനം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ലഗ്നാധിപൻ കൂടിയായ വ്യാഴം, അതായത് ഇവരുടെ രാശി അധിപൻ കൂടിയായ വ്യാഴം 6ാം ഭാവത്തിൽ ദുസ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ പാപഗ്രഹമായ ചൊവ്വയുടെ യോഗം കൂടി ഉള്ളതുകൊണ്ട് ആ ദുരിതങ്ങൾക്ക് നല്ലവണ്ണം ശമനമുണ്ടാകും. വ്യാഴം കുറച്ച് ദോഷകാരിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടതുണ്ട്. പൊതുവിൽ ഇവർക്ക് ഒരു ഭാഗ്യഹീനത അനുഭവപ്പെടുന്നുണ്ട്. അതായത് ധാരാളം കാര്യങ്ങൾ ലഭിക്കുവാൻ ഇവർക്ക് അർഹതയുണ്ടെങ്കിൽ കൂടി അത് ലഭിക്കുവാൻ ഒരു ഭാഗ്യ തടസ്സം ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിൽ കൂടിയിട്ട് അത് ഗുണകരമായിട്ട് വിനിയോഗിക്കുവാൻ സാധിക്കാതെ വരുന്നു. മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ ഇവരെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. സഹോദരങ്ങളിൽ നിന്ന് അപ്രീതികരമായ കാര്യങ്ങൾ സംഭവിക്കാം. സന്താന ഗുണം ഉള്ള സമയമാണിപ്പോൾ. സന്താനങ്ങൾക്ക് നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളിൽ കൂടിയിട്ട് നല്ല ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അത്ര അനുകൂല സമയമല്ല. അതുകൊണ്ട് തന്നെ വിദ്യാകാരകനായ ബുധപ്രീതി ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ച ദിവസം ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, തുളസിമാല ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക മുതലായ കാര്യങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിരിക്കും. ദുർഗാക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന വെള്ളിയാഴ്ച ദിവസം നടത്തുന്നതുകൊണ്ട് ഇവരുടെ ഭാഗ്യഹീനതയ്ക്ക് കുറവുണ്ടാകും. ഭാഗ്യം അനുകൂലമായി തീരുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിൽ കൂടിയിട്ട് ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. ഈ 3 നക്ഷത്രങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞത് ഇതേപോലെ ഇവർക്ക് സംഭവിക്കുമെന്നല്ല, മറിച്ച് സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട്. അപ്പോൾ ഇതിൽ ദോഷങ്ങളായിട്ട് കാണുന്ന കാര്യങ്ങൾക്ക് ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. പൊതുവിൽ വലിയ ദോഷങ്ങൾ ഉള്ള സമയമല്ല അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്കുള്ളത്. നമുക്ക് ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ, അതായത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ നാമജപം വിളക്ക് കൊളുത്തി നാമജപം ചെയ്യുന്നതിൽ കൂടി തന്നെ നല്ലവണ്ണം ഇവർക്ക് പരിഹാരം ഉണ്ടാകുവാൻ സാധിക്കും. ഗുണപ്രദമായ ഒരു സമയം തന്നെയാണ് ഈ 3 നക്ഷത്രക്കാർക്കും ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങളുള്ളവർ നിങ്ങൾ വാട്സപ്പിൽ കൂടിയിട്ട് എന്നോട് ചോദിക്കുക. തീർച്ചയായിട്ടും അതിന് സൗജന്യമായിട്ട് തന്നെ ഞാൻ മറുപടി നൽകുന്നതാണ്. നിരന്തരമായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നവരും കവളിപ്രശ്നം നടത്തേണ്ടവരും മാത്രം ദക്ഷിണ അയച്ചിട്ട് ചോദിക്കേണ്ടതാണ്. അല്ലാതെ ഉള്ളവർക്ക് നിങ്ങളുടെ ജാതക പരിശോധന നടത്തിയിട്ട് അതിൻ്റെ സമയങ്ങൾ ഇപ്പോഴത്തെ ഗുണസമയമാണോ ദോഷസമയമാണോ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറയുന്നത് തികച്ചും സൗജന്യമായിട്ട് തന്നെയായിരിക്കും. അതിനാൽ വാട്സപ്പിലേക്ക് മാത്രം നിങ്ങളുടെ ജനന തീയതി, സമയം, നക്ഷത്രം, ജനനസ്ഥലം എന്നിവ മെസ്സേജായിട്ട് അയയ്ക്കുക. വളരെ വേഗത്തിൽ തന്നെ ഞാൻ മറുപടി നൽകുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീവല്ലഭോ രക്ഷതു.